നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലത്തെ രണ്ട് മത്സരങ്ങൾ PBKസിനെ CSK പരാജയപ്പെടുത്തിയതും LSGയെ KKR തകർത്ത് തരിപ്പണമാക്കിയതും ആ രണ്ട് കളികൾ പോയിന്റ് പട്ടികയിൽ വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. KKR ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു, CSK മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു, LSG അഞ്ചാം സ്ഥാനത്തേക്ക് വീണുപോയിരിക്കുന്നു. അവരുടെ നെറ്റ് റൺ റേറ്റിന് വലിയ ഡാമേജ് സംഭവിച്ചിരിക്കുന്നു. ഇപ്പം ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യത എങ്ങനെയാണ് നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ഈ IPL ഒരു പ്രത്യേകത, 19 മത്സരങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടും ഇതുവരെ ഒരു ടീമും 100% ക്വാളിഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ടില്ല. ശരിയാണ്, 99% ഒക്കെ ഇപ്പോ KKRഉം RRഉം എത്തിയിട്ടുണ്ട്. പക്ഷേ മാത്തമാറ്റിക്കലി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് 100% പറയാൻ പറ്റില്ല. അതുപോലെ ഒരു ടീമും പൂർണ്ണമായും പുറത്തായി എന്നും പറയാനും ആയിട്ടില്ല. ശരിയാണ്, പ്രാക്ടിക്കലി റിയലിസ്റ്റിക്കലി ചിന്തിക്കുമ്പോൾ MI പുറത്തായി. പക്ഷെ 0.01% സാധ്യത ഇനിയും അവിടെ ബാക്കിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇത്തവണത്തെ IPL വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സെനാരിയോയിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് പോയിന്റ് പട്ടിക ഒന്ന് എടുത്തു നോക്കാം. മിക്ക ടീമുകളും 11 കളികൾ കളിച്ചു കഴിഞ്ഞു. SRHഉം RRഉമാണ് ഇപ്പോൾ 10 കളികൾ മാത്രമായിട്ട് നിൽക്കുന്നത്. KKR 11 കളികൾ 16 പോയിന്റ് ഒന്നാമത്, RR 10 കളികൾ 16 പോയിന്റ് രണ്ടാമത്. നെറ്റ് റൺ റേറ്റിന്റെ വ്യത്യാസമാണ് KKRന് ഒന്നാമത് എത്തിച്ചത്. CSK 11 കളികൾ 12 പോയിന്റ് മൂന്നാമത്, SRH 10 കളികൾ 12 പോയിന്റ് നാലാമത്. അവിടെ നെറ്റ് റൺ റേറ്റിന് ആനുകൂല്യമാണ് CSKക്ക് ലഭിക്കുന്നത്. 11 കളികളിൽ നിന്ന് 12 പോയിന്റ് LSGക്ക് ഉണ്ട്. അവർ നെറ്റ് റൺ റേറ്റ് വല്ലാതെ ഡാമേജ് ആയി പോയി, അവർ 5-ാം സ്ഥാനത്താണ്. DC 11 കളികളിൽ നിന്ന് 10 പോയിന്റ് 6-ാം സ്ഥാനത്ത്, RCB 11 കളികൾ 8 പോയിന്റ് 7-ാം സ്ഥാനത്ത്, PBKs 11 കളി 8 പോയിന്റ് 8-ാം സ്ഥാനത്ത്, GT 11 കളി 8 പോയിന്റ് 9-ാം സ്ഥാനത്ത്. ഇവിടെ നെറ്റ് റൺ റേറ്റിന്റെ ആനുകൂല്യത്തിലാണ് RCB. അവർ ഈ 8 പോയിന്റ് ഉള്ളവരിൽ തലപ്പത്ത് നിൽക്കുന്നത്. MI 11 കളിയിൽ നിന്ന് 6 പോയിന്റുമായിട്ട് തകർന്ന് തരിപ്പണമായി 10-ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും അവർക്കും സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഹോപ്പ്, അത് റിയലിസ്റ്റിക്കലി ഒന്നുമല്ല, പക്ഷെ 0.01% സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ എന്നർത്ഥം. കളികൾ ഇത്രയധികം കഴിഞ്ഞു പോയിട്ടും ആർക്കും 100% ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കിയാണ് ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സെനാരിയോ. രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ വളരെ മികച്ച രൂപത്തിൽ 10 കളികളിൽ നിന്ന് 16 പോയിന്റുമായിട്ട് അവർ നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത 4 മത്സരങ്ങളും അവർ വിജയിക്കുകയാണെങ്കിൽ വലിയ ഒരു പോയിന്റിലേക്ക് തന്നെ അവരെത്തുന്ന സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. എന്നാൽ പോലും അവർക്ക് അടുത്ത 4 മത്സരങ്ങൾ തോറ്റാൽ പോലും മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള സാധ്യതയും അവിടെയുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കുക. ഏതായാലും അവർക്ക് ഇനി അറ്റ്ലീസ്റ്റ് 1 വിജയം, 1 വിക്ടറി, ഒറ്റ വിജയം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ പോലും പ്ലേ ഓഫ് സ്പോട്ട് അവർക്ക് കംപ്ലീറ്റ്ലി സിമെന്റ് ചെയ്യാൻ പറ്റും. അതാണ് രാജസ്ഥാൻ റോയൽസിന്റെ സ്ഥിതിവിശേഷം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇപ്പം ഇന്നലത്തെ വിജയത്തോടു കൂടി അവർ 1-ാം സ്ഥാനത്തേക്ക് വരികയാണ്. 11 കളികൾ അവർ കളിച്ചു കഴിഞ്ഞു, 16 പോയിന്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാൻ റോയൽസിന്റെ അതുപോലെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ തന്നെയാണ് അവരുള്ളത്. 16 പോയിന്റ് 11 മത്സരങ്ങളിൽ നിന്ന് അവരാണ് ഇപ്പോൾ ടേബിളിൽ ടോപ്പായിട്ട് നിൽക്കുന്നത്. ഒരു വിജയം കൂടി നേടിയാൽ അവർക്ക് കംപ്ലീറ്റ്ലി പ്ലേ ഓഫ് ബർത്ത് സിമെന്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി അവരൊരു കാലെടുത്ത് വെച്ച മട്ടിലാണ്. അതായത് KKRഉം RRഉം ഏതാണ്ട് കാലെടുത്ത് വെച്ചു എന്ന് തന്നെ പറയാം. ഇനി ഒരു വിജയം കൂടി ഉണ്ടെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ആയി എന്ന് മാത്രം. ലക്നൗ സൂപ്പർ ജയൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്നലത്തെ തോൽവി അവർക്ക് വലിയ തിരിച്ചടിയായി. 11 കളികളിൽ നിന്നും 12 പോയിന്റാണ്, -0.371 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത്. അവരുടെ അപ്കമിങ് ഫിക്സേഴ്സ് ആണെങ്കിൽ SRH, DC, MI ടീമുകൾക്കെതിരെയാണ്. അതിന് വലിയ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ വരുന്ന മത്സരങ്ങൾ അവരെല്ലാം വിജയിക്കുക എന്നുള്ളത് പ്രധാനമാണ്. 2 മത്സരങ്ങളെങ്കിലും വിജയിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ അവർക്ക് നല്ല സാധ്യതയുണ്ട്. 2 മത്സരങ്ങൾ മാത്രം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ നെറ്റ് റൺ റേറ്റിന്റെ പ്രശ്നം എങ്ങനെയായിരിക്കും അവരെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം എന്തായാലും അവിടെയുണ്ട്. ഒരു കളി മാത്രം വിജയിച്ചാൽ പിന്നെ കാര്യങ്ങൾ പിടിവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കും. അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കാര്യത്തിൽ അവര് 10 കളികളിൽ നിന്ന് 12 പോയിന്റാണ്, 3ാമത്തെ സ്പോട്ടിലേക്ക്. ഏതാണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോയാൽ തന്നെ അവർക്ക് ഉറപ്പാക്കാൻ പറ്റും 4 കളികൾ ബാക്കിയുണ്ട്. ആ 4 കളികളും അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം സംജാതമാവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി 2 വിജയങ്ങളാണെങ്കിൽ പോലും ഓൺലി ക്ലിഞ്ച് വിക്ടറി ഇൻ 2 മാച്ചസ്. അപ്പം അവരുടെ പ്ലേ ഓഫ് സാധ്യത അപ്പോഴും അവിടെയുണ്ട്. പക്ഷെ മറ്റു ടീമുകളൊക്കെ അതുപോലെ തന്നെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത് മറ്റുള്ളവരുടെ റിസൾട്ടിനെ കൂടി ബാധിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു മട്ടിലായിരിക്കും. അറ്റ്ലീസ്റ്റ് 3 വിജയങ്ങൾ ഉണ്ടെങ്കിൽ 4 മാച്ചസിൽ 3 വിജയങ്ങൾ നേടിയാൽ അവർക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ കൈപ്പിടിയിൽ തന്നെ ഒതുക്കാൻ പറ്റും.
അഞ്ചാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്, ഇപ്പൊ അഞ്ചാമതല്ല, അവർ വളരെ താഴെയാണ്. അഞ്ചാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ജി ടിയുടെ കാര്യമാണ്. ജി ടിയുടെ നെറ്റ് റൺ റേറ്റ് നോക്കുക, -1.320 മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം 11 കളികളിൽ നിന്ന് 8 പോയിന്റേ ഉള്ളൂ. ഇനി അവർക്ക് 3 കളികളാണുള്ളത്. 3 കളി വിജയിച്ചു എന്ന് തന്നെ വെക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ജി ടിക്ക് ബാലി കയറാ മലയാണ്. ഇനി വിജയിച്ചാൽ തന്നെ അവർക്ക് 14 പോയിന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഈ മൈനസ് നെറ്റ് റൺ റേറ്റ്, അതും -1 എന്ന രൂപത്തിൽ, അതിനേക്കാൾ താഴെ -1.320 ഉള്ള ടീമിന് 3 മത്സരങ്ങൾ വിജയിച്ചാൽ പോലും സാധ്യതകൾ തീരെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഈ ഒരു നെറ്റ് റൺ റേറ്റ് അവർക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PBKസിന്റെ കാര്യത്തിലും ഏതാണ്ട് ഇന്നലത്തെ തോൽവി അവർക്ക് വലിയ രൂപത്തിൽ വഴി അടച്ചിരിക്കുകയാണ്. -0.187 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. 11 കളികളിൽ നിന്ന് 8 പോയിന്റ് ആണ്. വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള 3 കളികൾ വിജയിച്ചാൽ പോലും 14 പോയിന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ 3 കളികളും വിജയിക്കുക, അങ്ങനെ സംഭവിച്ചാൽ പോലും 14 പോയിന്റിൽ എത്തുകയുള്ളൂ. അപ്പോഴും മറ്റു ടീമുകളുടെ വിജയമൊക്കെ നോക്കേണ്ടി വരും. നെറ്റ് റൺ റേറ്റ് നോക്കുമ്പോൾ അവർ പുറകോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് അവിടെയുള്ളത്. DC കാര്യത്തില് DC ഇപ്പം 10 പോയിന്റ് ഉണ്ടെങ്കിലും അവർ 11 കളികൾ കളിച്ചിട്ടാണ് ആ 10 പോയിന്റ് എന്ന കാര്യം നോക്കുക. -0.442 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. അവർക്ക് 3 കളികളാണുള്ളത്. 3 കളിയും വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സാധ്യതകൾ ജ്വലിപ്പിച്ച് നിർത്താൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് CSKയുടെ കാര്യമാണ്. CSK ഇപ്പൊ 12 പോയിന്റുകൾ 11 കളികളിൽ നിന്നാണ് നേടിയിട്ടുള്ളത്. +0.7 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. ഇനി അവർക്ക് 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. 3 വിജയിച്ചാൽ 18 പോയിന്റിലേക്ക് എത്താൻ പറ്റും. സുഖകരമായിട്ട് പ്ലേ ഓഫിലേക്ക് എത്താം. ഇനി 3-ൽ 2 വിജയിച്ചാൽ പോലും ഈ നെറ്റ് റൺ റേറ്റ് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ CSKക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നർത്ഥം. വരുന്ന മത്സരങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും KKRഉം LSCയും വരുന്ന മത്സരങ്ങൾ തോൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണെങ്കിൽ CSKക്ക് ഒന്നുകൂടി കാര്യങ്ങൾ അനുകൂലമാവും. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം എന്താണ്? പരിതാപകരമാണ്. അതിനി നമ്മൾ വല്ലാതെ പരിശോധിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. 11 കളികളിൽ നിന്ന് 6 പോയിന്റാണ് അവർക്കുള്ളത്. ഇനി 3 കളികൾ വിജയിച്ച ഫലം 12 പോയിന്റാണ്. അപ്പോഴും സ്ലൈറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്തമാറ്റിക്കലി നമുക്ക് പറയാമെങ്കിലും അത് റിയലിസ്റ്റിക്കലി സംഭവിക്കാത്ത ഒന്നാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒഴിവാക്കി കളയാമെന്ന് തോന്നുന്നു. ഇനി RCBയുടെ കാര്യമോ? RCB അവസാനമാണ് അവരുടെ ഫോം തിരികെ പിടിക്കുകയും തുടരൻ വിജയങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് 11 കളികളിൽ നിന്ന് 8 പോയിന്റാണ്. ഇനിയിപ്പം 3 കളികൾ ബാക്കിയുള്ളത് അവർ വിജയിച്ചാൽ പോലും അവർക്ക് 14 പോയിന്റുകളിലേക്കാണ് എത്താൻ പറ്റുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നെറ്റ് റൺ റേറ്റ് വലിയ ഇഷ്യൂ ആവും. മറ്റു ടീമുകൾ തോൽക്കുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമായിട്ട് വരേണ്ടതുണ്ട്. മറ്റു ടീമുകളുടെ തോൽവിയെ ആശ്രയിച്ച് മാത്രമേ ഇനി എന്തെങ്കിലും സാധ്യതയുള്ളൂ. അത് പക്ഷെ വളരെ കുറവാണ്. ഒരു 10% താഴെ മാത്രമേ എന്തെങ്കിലും സാധ്യത എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അത് മറ്റു ടീമുകളുടെ റിസൾട്ടിനെ ആശ്രയിച്ച് വരുന്നതായിരിക്കും. ഏതായാലും RCBയെ സംബന്ധിച്ചിടത്തോളം അവരല്പം വൈകിപ്പോയി എന്നുള്ളൊരു ഫീല് ആരാധകർക്കുണ്ട്. വരുന്ന കളി അവർക്ക് PBKസിനെതിരെയാണ്, പിന്നെ DC, പിന്നെ CSK. ഇതാണ് അവരുടെ എതിരാളികളായിട്ട് വരുന്നത്. അപ്പം ഇതാണ് ഈ 10 ടീമുകളുടെയും ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നിലവിലെ അവസ്ഥയിൽ KKRഉം RRഉം കടന്നു കൂടി എന്ന് തന്നെ പറയാം. പിന്നെ SRHനും CSKക്കും തന്നെയാണ് കൂടുതൽ സാധ്യതകൾ നമുക്കിപ്പോൾ പറയാൻ പറ്റുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.